നിങ്ങൾ ഒറ്റയ്ക്കാണോ? നിങ്ങൾക്ക് ആരുമില്ല എന്നൊരു തോന്നലുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ തിരുനാൾ. ഇന്ന് ആഗോളസഭ പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത് ശിഷ്യന്മാർ കഥ കടച്ച് പേടിച്ചൊളിച്ചിരുന്നതായിട്ടാണ്. അതിന് കാരണം എന്താണെന്നറിയോ? ഒറ്റ കാരണമേ ഉള്ളൂ, യേശുവിൻ്റെ ശൂന്യത. ഇത്രയും കാലം അവരോടൊപ്പമായിരുന്ന ക്രിസ്തു, അവരെ വഴി നടത്തിയിരുന്ന ക്രിസ്തു, അവർക്ക് ബോധ്യങ്ങൾ നൽകിയിരുന്ന ഒരാൾ ഇന്നില്ല. അയാളുടെ ആബ്സെൻസ് അവർക്ക് ഒത്തിരി സങ്കടമായിരുന്നു. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ കഥ കടച്ചിരുന്നു. അത്രയും കാലം അവർക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടില്ല, ഒറ്റയ്ക്കാണെന്നോ ആരില്ലെന്നോ തോന്നലുണ്ടായിട്ടില്ല. പക്ഷെ ഇന്നതുണ്ട്. കാര്യം, അവർക്ക് എല്ലാമായിരുന്ന ക്രിസ്തു ഇന്നില്ല. അതുകൊണ്ട് പുറത്തുപോലും പോകാൻ കഴിയാത്ത വിധത്തിൽ അവർ കഥ കടച്ചിരുന്നു. അതാണ് ഈ സങ്കടത്തിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അവർക്ക് ക്രിസ്തുവിൻ്റെ അസാന്നിധ്യത്തിൽ അവർ ചെയ്ത് കഥ കടച്ചിരുന്നു, ഒറ്റയ്ക്കിരുന്നു. മതി, ഈ കഥ ഇനി തുറക്കണ്ടെന്ന് അവർ തീരുമാനിച്ചു. ഇതിനകത്തിരുന്നാൽ മതി, ഇനി ജീവിതകാലം മുഴുവനും ഇതിനകത്ത് ജീവിക്കാമെന്ന് അവർ കരുതി. അങ്ങനെ ഒരു കഥകിനകത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ, അങ്ങനെ കഥ കടച്ച് ഒറ്റയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിച്ച മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായ ഒരു അത്ഭുതത്തിൻ്റെ ദിവസമാണ് ഇന്ന് നമ്മൾ തിരുനാളായി ആഘോഷിക്കുന്നത്. ലൂക്കാ സുവിശേഷം അനുസരിച്ച് ദുഃഖത്തിൽ അവർ ആണ്ടുപോയി എന്നാണ് രേഖപ്പെടുത്തുന്നത്. അത്രത്തോളം ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും അവർ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നവരുടെ മുമ്പിലാണ് ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്. ഇതവർക്കൊരു പ്രത്യാശയാണ്, അവർക്ക് ഒരു പൊൻപുലരിയാണ്. അതിനെന്തായിരിക്കും കാരണം? ക്രിസ്തു എന്തുകൊണ്ടാണ് ഇവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്? അതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം വളരെ ലളിതമാണ്. അവർ കരഞ്ഞത് അവരെ ഓർത്തല്ല, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ ഓർത്താണ്. അവരുടെ സങ്കടങ്ങളോ അവരുടെ വേദനകളോ അവർക്ക് ലഭിക്കാതെ പോയ അനുഗ്രഹങ്ങളോ ഓർത്തല്ല അവർ കരഞ്ഞത്. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളില്ല എന്നതിനോർത്താണ് അവർ കരഞ്ഞത്. ആ ആബ്സെൻസിനെ ഓർത്താണ് അവർ കരഞ്ഞത്. തൊട്ടടുത്ത് തോളോട് തോൾ ചേർന്ന് കരം പിടിച്ച് നടന്ന ഒരു ഗുരു, ഒരു സഹോദരൻ, ഒരു അപ്പൻ്റെ സ്ഥാനത്തുള്ള ഒരാൾ, ഇങ്ങനെ ഒരാളില്ലാത്തതിനെ ഓർത്താണ് അവർ കരഞ്ഞത്. അങ്ങനെ കൂടെയുള്ളവനെ ഓർത്ത് കരഞ്ഞൊരിടത്ത് ക്രിസ്തുവിന് പ്രത്യക്ഷപ്പെടാതിരിക്കാൻ കഴിയില്ല. അത് ക്രിസ്തുവിനെ ഓർത്തായിരുന്നാലും മറ്റെന്തിനെ ഓർത്തായിരുന്നാലും. അങ്ങനെ കൂടെയുള്ള ഒരാളെ ഓർത്ത് കരഞ്ഞതിന് മുമ്പിൽ ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട തിരുനാളാണെന്ന്. ആ പ്രത്യക്ഷപ്പെടൽ അവർക്ക് കിട്ടിയൊരു ഉറപ്പെന്താണെന്നറിയോ? ഒറ്റയ്ക്കല്ല. അതാണൊരു തോന്നൽ. ആദ്യം കിട്ടുന്നൊരു തോന്നൽ, ഇതിനകത്ത് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നിടത്ത് ഒരാൾ കൂടി വന്നു. ആബ്സെൻസ് ഫില്ലായി. ഈ അത്ഭുതം നമ്മൾ ഓർക്കുമ്പോൾ ചിന്തിക്കേണ്ടത്, പരസ്യജീവിതത്തിൽ യേശു ഒത്തിരി അത്ഭുതം ചെയ്തിട്ടുണ്ട്. 5 അപ്പം 5000 പേർ വീതിക്കുന്നതായിരുന്നാലും, കാനായിലെ കല്യാണം വരുന്നതായിരുന്നാലും, അന്ധനെ സുഖപ്പെടുത്തുകയായിരുന്നാലും, എന്തു തന്നെ ആയിരുന്നാലും ഒത്തിരി അത്ഭുതങ്ങളുണ്ട്. ഇതിലേതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്ന് ചോദിച്ചാൽ അത് ഒറ്റൊരു അത്ഭുതമാണ്. 3-ാം ദിവസം യേശു ഉയർത്തെഴുന്നേറ്റതാണ്. കാരണം ഈ ഭൂമിയിൽ അതിനു മുമ്പോ അതിനു ശേഷമോ ഇനി വെറുതെ പോലും ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മരണത്തെ അതിജീവിച്ചുകൊണ്ട് 3-ാം ദിവസം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റാണ് ഈ ഭൂമി കണ്ട ഏറ്റവും വലിയ അത്ഭുതം. ക്രിസ്തുവിനെ രക്ഷകനായി ലോകം മുഴുവനും പ്രഘോഷിക്കാൻ തക്ക വിധത്തിലുള്ള ഒരു അടയാളമായി മാറിയത്. അങ്ങനെ ഈ മഹാ അത്ഭുതത്തിന് ആദ്യ സാക്ഷികളാണ് ഇന്ന് അവർ നിൽക്കുന്നത്. ആ അത്ഭുതം അവർക്ക് നൽകിയ വെളിച്ചം, ഞങ്ങൾ ഒറ്റയ്ക്കല്ല. അങ്ങനെ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നലിനിടയിൽ അവർ സഹോദരനെ ഓർത്ത് കരഞ്ഞെടുത്ത് ക്രിസ്തു അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ അഷുറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങൾക്കൊരു സഹായകനെ നൽകും. അതാണ് ഈ തിരുനാൾ നൽകുന്നൊരു വെളിച്ചം. ഞാൻ നിങ്ങൾക്ക് ഒരു സഹായകനെ നൽകും. അവനാണ് ഹെൽപ്പർ. ഇനി അവൻ നിങ്ങളെ നടത്തിക്കൊള്ളും. ഇത്രയും കാലം നിങ്ങൾ ഒറ്റയ്ക്കാണെന്നൊരു തോന്നലുണ്ടെങ്കിൽ അല്ല, നിങ്ങളെ വഴി നടത്താൻ, നിങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകാൻ, നിങ്ങളുടെ ജീവിതത്തെ കുറച്ചുകൂടി ബലപ്പെടുത്താൻ, നിങ്ങൾക്ക് ധൈര്യം നൽകാൻ ഇനി അവൻ കൂടെ ഉണ്ടാവും. അതാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിലും ഫലങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്നത്. ജ്ഞാനം, ബുദ്ധി, അറിവ്, ആലോചന, ആത്മശക്തി, ദൈവഭയം എന്ന് പറയുന്ന എല്ലാ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ലഭിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്. ഇതൊക്കെ ലഭിച്ചതിലൂടെ എന്താ കിട്ടുന്നത്? ഒരാൾക്ക് കതക് തുറക്കാനുള്ള ശക്തി കിട്ടും, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചേരാനുള്ള ശക്തി കിട്ടും. അയാളുടെ നാവിൽ പിന്നെ പരിശുദ്ധാത്മാവായിരിക്കും. അതാണ് പരിശുദ്ധാത്മാവ് ഒരാൾ ഉള്ളിൽ വരുമ്പോഴുള്ള പ്രത്യേകത. അയാൾ ഒറ്റയ്ക്കില്ല എന്നൊരു തോന്നലിനിടയിൽ അയാൾ തന്നെ ഒരു മഹാ അത്ഭുതമായി മാറും. അതാണല്ലോ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടത്. ചില മനുഷ്യരെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ചിലരൊക്കെ തൊട്ടാൽ പൊന്നാക്കുമെന്ന്. അങ്ങനെ ആകുന്ന മനുഷ്യരാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയാലാണ്. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവർ തൊട്ടതെല്ലാം പൊന്നായിരുന്നു. പത്രോസിന് നിഴൽ പോലും അത്ഭുതമായത് എങ്ങനെയാണ്? പത്രോസ് ജെറുസലേം ദേവാലയത്തിന് മുറ്റത്തൂടി നടന്നു പോയപ്പോൾ ഒരു തളർവാദ രോഗി അവൻ്റെ നിഴൽ കൊണ്ടുപോലും അത്ഭുതം പ്രാപിച്ച് സൗഖ്യപ്പെട്ട് നമ്മൾ കണ്ടതല്ലേ. അങ്ങനെയാണെങ്കിൽ എല്ലാം അത്ഭുതമായി മാറുമെന്നുള്ളതാണ് ഏറ്റവും വലിയ വെളിച്ചം. തൊട്ടത് മാത്രമല്ല, തൊടാത്തത് പോലും അത്ഭുതമാകാൻ ഈ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാൾ നമുക്ക് പോലും വെളിച്ചം നൽകുന്നു എന്നുള്ള ഒരു ശക്തി നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. അങ്ങനെ അവർ പറഞ്ഞ ധൈര്യത്തിൻ്റെ വാക്ക് എന്താണെന്നറിയോ?
നിങ്ങൾ കുരിശിൽ തറച്ച ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടു. അതാണ് ശിഷ്യന്മാരുടെ നാവിൽ നിന്ന് വന്ന ആദ്യത്തെ സുവിശേഷ വാക്ക്. നിങ്ങൾ കുരിശിൽ തറച്ച ക്രിസ്തുവിനെ ഞങ്ങൾ കണ്ടു. വാദോരാതെ അവർ ആ വാക്ക് പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെ പറയാനുള്ള ധൈര്യം ലഭിച്ചത് അത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. പ്രിയമുള്ളവരെ, ഈ തിരുനാൾ നമുക്ക് നൽകുന്ന ശക്തി എന്താണെന്നറിയോ? ഒറ്റയ്ക്കല്ല എന്നൊരു ബോധ്യമാണ്. ആ ബോധ്യത്തിൽ നിന്ന് കൂടെ ഒരാൾ ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. അങ്ങനെയുള്ള ഒരു മനുഷ്യരും കഥകടച്ചിരിക്കില്ല. ജീവിതത്തിൽ എന്തെങ്കിലും സ്വപ്നങ്ങളിടയിലും ആഗ്രഹങ്ങൾക്കിടയിലും ഇഷ്ടങ്ങൾക്കിടയിൽ നിങ്ങൾ കഥകടച്ചിരിക്കുന്നുണ്ടോ? ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വല്ലാണ്ട് വിലപിക്കുന്നുണ്ടോ? മുന്നോട്ടിനി എങ്ങനെ പോകുന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ നിൽക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ തിരുനാൾ നൽകുന്ന വെളിച്ചം മുന്നോട്ട് പോകാൻ മാത്രമല്ല, എന്ത് പറയണമെന്നും എന്ത് ചെയ്യണമെന്നും കൂടി ശക്തി കിട്ടും. അതാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകത. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.